ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. റീലുകൾ കാണാൻ ഇനി ഫോണിൽ സ്ക്രോൾ ചെയ്ത് കഷ്ടപ്പെടേണ്ട. ഓട്ടോ സ്ക്രോൾ ഫീച്ചർ അവതരിപ്പിച്ച് ഇൻസ്റ്റഗ്രാം. ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ് ഓപ്ഷൻ എന്ന പുതിയ ഫീച്ചർ ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്നു. ചില ഉപയോക്താക്കളിൽ ഈ ഫീച്ചറിന്റെ പരീക്ഷണം മെറ്റ ആരംഭിച്ചു. മൊബൈൽ ഉപയോക്താക്കൾക്ക് ഈ സവിശേഷത വളരെ ഉപയോഗപ്രദമാകും. ഓട്ടോ സ്ക്രോൾ സവിശേഷത ഉപയോക്താക്കളെ റീലുകളോ പോസ്റ്റുകളോ ഒന്നിനു പുറകെ ഒന്നായി സ്വമേധയാ സ്ക്രോൾ ചെയ്യാതെ കാണാൻ അനുവദിക്കുന്നു. ഇത് കൂടുതൽ സൗകര്യപ്രദവും ഹാൻഡ് ഫ്രീയുമാകുന്നു. റീലുകളോ വീഡിയോ ഉള്ളടക്കമോ കാണാൻ ധാരാളം സമയം ചെലവഴിക്കുന്നവർക്കായിരിക്കും ഇത് ഉപകാരപ്രദമാവുക. ഉപയോക്താക്കൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ക്രമീകരണങ്ങളിൽ ഓട്ടോ സ്ക്രോൾ ഫീച്ചർ ഓണാക്കാനോ ഓഫാക്കാനോ കഴിയും. ഓണാക്കിയാൽ നിലവിലുള്ളത് പൂർത്തിയായ ശേഷം ഇൻസ്റ്റഗ്രാം അടുത്ത റീൽ സ്വയമേ പ്ലേ ചെയ്യും. ടാപ്പിംഗ് അല്ലെങ്കിൽ സ്വൈപ്പിംഗ് ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാമിന്റെ ഓട്ടോ സ്ക്രോൾ ഫീച്ചർ ഉപഭോക്തൃ ഇടപഴകൽ മെച്ചപ്പെടുത്താൻ കമ്പനിയെ സഹായിക്കുമെന്ന് മെറ്റ പ്രതീക്ഷിക്കുന്നു. ഈ ഫീച്ചർ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ ലോകത്ത് ഒരു ഗെയിം ചേഞ്ചറായി മാറും. നിലവിൽ ഈ ഫീച്ചർ പരീക്ഷണഘട്ടത്തിലാണ്. പരിമിതമായ എണ്ണം ഉപയോക്താക്കൾക്ക് മാത്രമേ ഇത് ലഭ്യമാകൂ. പരീക്ഷണം വിജയകരമായി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുമെന്നും മെറ്റ അറിയിച്ചു. വരും ദിവസങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ ലഭിച്ചു തുടങ്ങും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ജനപ്രിയ ജാപ്പനീസ് ഇരുചക്ര വാഹന ബ്രാൻഡായ ഹോണ്ട 2030 ആകുമ്പോഴേക്കും ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിൽ 30% വിപണി വിഹിതം നേടാനാണ് ഹോണ്ട ലക്ഷ്യമിടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റവും കമ്പനി പ്രതീക്ഷിക്കുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ആഗോള ഇരുചക്രവാഹന വിൽപ്പനയുടെ പകുതി കൈവരിക്കുക എന്ന കമ്പനിയുടെ വലിയ ലക്ഷ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത്. നിലവിൽ വ്യവസായത്തിലെ മൊത്തം വിൽപ്പനയുടെ 10% മാത്രമുള്ള സ്ത്രീ ഉപഭോക്താക്കളിൽ വലിയ വളർച്ചാ സാധ്യതയാണ് കമ്പനി കാണുന്നതെന്ന് HMMSI പ്രസിഡന്റ് സുതുമി ഒട്ടാനി പറഞ്ഞു. ഹോണ്ട ആക്ടീവ ശ്രേണിയിലെ സ്കൂട്ടറുകൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തരാണ് ഹോണ്ട. ഇരുചക്രവാഹന വിഭാഗത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം കമ്പനി കാണുന്നുവെന്ന് ഒട്ടാനി വെളിപ്പെടുത്തി. എങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാന തടസ്സങ്ങളായി EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറും വൈദ്യുതി വിതരണവുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യക്ക് 27% വിപണി വിഹിതമുണ്ട്. അതേസമയം ആസിയാൻ വിപണിയിൽ ഹോണ്ടയ്ക്ക് 80%-ലധികം വിഹിതമുണ്ട്. ഇന്ത്യയിൽ ഇരുചക്രവാഹന വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ സ്ത്രീ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുള്ള വലിയ സാധ്യതകൾ ഹോണ്ട കാണുന്നുവെന്ന് ഒട്ടാനി അഭിപ്രായപ്പെട്ടു. സ്ത്രീ ശാക്തീകരണം വർദ്ധിക്കുകയും അവരിൽ പലരും തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഇരുചക്രവാഹന ഉപയോഗം കൂടുതലും പുരുഷന്മാരാണെന്നും ഇത് 90% വരുമെന്നും സ്ത്രീകൾ ഏകദേശം 10% മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് സ്ത്രീ ഉപഭോക്താക്കൾക്കിടയിൽ ഇരുചക്രവാഹന വിൽപ്പന വളരാനുള്ള സാധ്യത വളരെ വലുതാണെന്നും ഒട്ടാനി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ ബിസിനസ് ഐഡിയയുമായി വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ഇന്റർഫേസിൽ പരസ്യങ്ങൾ കാണിക്കുക വഴിയും ചാനലുകൾ പ്രൊമോട്ട് ചെയ്യുക വഴിയും വരുമാനം സൃഷ്ടിക്കുകയാണ് മെറ്റയുടെ ലക്ഷ്യം. മെറ്റയുടെ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സാപ്പ് കൂടുതൽ മോണിറ്റൈസ് ചെയ്യുന്നു. വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ബീറ്റ വെർഷൻ സ്റ്റാറ്റസ് ആഡ് പ്രൊമോട്ടഡ് ചാനൽസ് ഫീച്ചറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ മെറ്റ കൊണ്ടുവന്നതായാണ് റിപ്പോർട്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ആൻഡ്രോയിഡ് ബീറ്റ ടെസ്റ്റർമാർക്ക് ഇരു ഫീച്ചറുകളും ഇപ്പോൾ ലഭ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിൽ ബിസിനസ് അക്കൗണ്ടുകൾക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അവരുടെ റീച്ച് വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയാണ് ഈ രണ്ട് ഫീച്ചറുകളിലൂടെയും മെറ്റ ലക്ഷ്യമിടുന്നത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലെ പരസ്യങ്ങൾക്ക് തുല്യമായ വാട്സാപ്പ് പരസ്യങ്ങളായിരിക്കും സ്റ്റാറ്റസ് ആഡ് ഫീച്ചർ എന്നാണ് റിപ്പോർട്ട്. വാട്സാപ്പ് കോണ്ടാക്റ്റുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന അപ്ഡേറ്റുകൾക്കിടയിൽ ഈ പരസ്യങ്ങൾ ദൃശ്യമാവും. പക്ഷേ അവ സ്പോൺസേഡ് കണ്ടന്റുകളാണെന്ന് പ്രത്യേകം അടയാളപ്പെടുത്തും. അതിനാൽ ഉപയോക്താക്കൾക്ക് വ്യക്തിഗത പോസ്റ്റുകളും പ്രമോഷണൽ ഉള്ളടക്കവും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. മാത്രമല്ല ഉപയോക്താക്കൾക്ക് സ്റ്റാറ്റസ് ആഡുകൾ കാണുന്നത് നിയന്ത്രിക്കുകയും ചെയ്യാം. സ്റ്റാറ്റസ് ആഡ് ഫീച്ചറിന് പുറമെ ചാനൽ പ്രമോഷനും വാട്സാപ്പ് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് വാട്സാപ്പ് ചാനലുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി നൽകുക ലക്ഷ്യമിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഫീച്ചറാണ്. സ്റ്റാറ്റസ് പരസ്യങ്ങളെ പോലെ പ്രൊമോട്ട് ചെയ്ത ചാനലുകളിലും സ്പോൺസർ എന്ന ലേബൽ പതിക്കും. സ്വകാര്യ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും പുത്തൻ ഫീച്ചറുകൾ ഉപയോക്തൃ സ്വകാര്യതയെ ബാധിക്കില്ലെന്ന് വാട്സാപ്പ് അധികൃതർ അവകാശപ്പെടുന്നു. പ്രൊമോഷണൽ ഫീച്ചറുകൾ സ്റ്റാറ്റസ് ചാനലുകൾ പോലുള്ളവയ്ക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും മെറ്റ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തെളിവ് ശേഖരിക്കാൻ പോലീസിന് മൊബൈൽ ആപ്പ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സാക്ഷ്യ എന്ന് പേരിട്ട ആപ്പ് വികസിപ്പിച്ചത്. കുറ്റാന്വേഷണത്തിനിടെ ദൃശ്യ ശ്രാവ്യ തെളിവുകൾ ശേഖരിക്കാനും സൂക്ഷിക്കാനുമുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ തമിഴ്നാട് പോലീസ് ഉടൻ ഉപയോഗിച്ചു തുടങ്ങും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സാക്ഷ്യ എന്ന് പേരിട്ട ആപ്പ് വികസിപ്പിച്ചത്. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും തെളിവുകളുടെ ചിത്രങ്ങളും മൊഴികളും നേരിട്ട് ശേഖരിക്കാൻ ആപ്പിൽ സംവിധാനമുണ്ടാകും.
ശേഖരിക്കുന്ന സ്ഥലവും സമയവും രേഖപ്പെടുത്താം എന്നതുകൊണ്ട് അതിൽ പിന്നീട് കൃത്രിമം കാണിക്കാനാവില്ല. ഈ സാക്ഷിയിലെ വിവരങ്ങൾ തെളിവായി നേരിട്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയും. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വഴിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ സാക്ഷ്യം നൽകുക. ഹെഡ് കോൺസ്റ്റബിൾമാരും ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ഫോണിൽ ഇത് ലോഡ് ചെയ്യാൻ കഴിയും. ഉപയോഗിക്കുന്നതിന് പരിശീലനവും നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൂഗിളിന്റെ AI പ്ലാറ്റ്ഫോമായ ജെമിനിയുടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജായ ജെമിനി പ്രോ ഇന്ത്യയിൽ സൗജന്യമായി നേടാൻ അവസരം. 19,500 രൂപ വിലയുള്ള ഒരു വർഷത്തെ ജെമിനി പ്രോ സബ്സ്ക്രിപ്ഷനാണ് ഗൂഗിൾ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി നൽകുന്നത്. അത്യാധുനിക AI കഴിവുകളും കൂടുതൽ ഗൂഗിൾ ക്ലൗഡ് സ്റ്റോറേജും ഉൾപ്പെടുന്ന പാക്കേജാണിത്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കാണ് ജെമിനി പ്രോ സൗജന്യമായി നേടാൻ അവസരം. പരിമിതകാല ഓഫറാണിത്. 18 വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്കാണ് ഓഫർ ലഭിക്കുക. ഇതുവഴി പഠനാവശ്യങ്ങൾക്കായി ജെമിനി പ്രോ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനാവും. 2 TB ക്ലൗഡ് സ്റ്റോറേജ് ഇതുവഴി ലഭിക്കും. 2 TB സ്റ്റോറേജ് ലഭിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട ഫയലുകൾ ക്ലൗഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാനാവും. ഒപ്പം വീഡിയോ ജനറേഷൻ ടൂളായ VO3യും ലഭിക്കും. ഗൂഗിളിന്റെ എല്ലാ ആപ്പുകളിലും ജെമിനി സേവനം പ്രയോജനപ്പെടുത്താനാവും. 2025 സെപ്റ്റംബർ 15 വരെയാണ് ഓഫർ ലഭിക്കുക. അടുത്തിടെ ഭാരതി എയർടെൽ 17,000 രൂപ വിലയുള്ള പെർപ്ലക്സിറ്റി AI ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ലഭ്യമാക്കുന്ന ഓഫർ അവതരിപ്പിച്ചിരുന്നു. AI രംഗത്ത് ജെമിനിയുടെ എതിരാളിയാണ് പെർപ്ലക്സിറ്റി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.